പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന് പിന്തുണയുമായി സിപിഎം. ലഡാക്കിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിനായും ജനാധിപത്യ അവകാശങ്ങൾക്കുമായാണ് സോനം വാങ്ചുക്ക് നിരാഹാര സമരം തുടങ്ങിയത്. ഡൽഹി ലഡാക്ക് ഭവന് മുന്നിലെ നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നു. ലഡാക്കിന് സംസ്ഥാന പദവി നൽകുക, ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക, ലഡാക്കിന്റെ പരിസ്ഥിതി സംരക്ഷിക്കുക, ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സോനം വാങ്ചുക്കിന്റെ പ്രതിഷേധം. ജന്തർ മന്ദറിൽ സമരത്തിന് അനുമതി നിഷേധിച്ചതോടെയാണ് ലഡാക്ക് ഭവൻ സമരവേദിയായി മാറിയത്. One is restoration of democracy. Like in any part of India, Ladakh has no assembly to send elected representatives, so that's demanded. Democratic rights to make laws to the people in the mountains at their footsteps. ജനാധിപത്യ സമരങ്ങളെ കേന്ദ്ര സർക്കാർ അടിച്ചമർത്തുകയാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. The way that they are trying to take over Ladakh for all their vested corporate interests is also a moot point which we have to consider. കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ തയ്യാറാകണമെന്ന് രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. ലഡാക്കിലെ ജനങ്ങളുടെ സംസ്കാരവും ഭൂമിയും ജീവിതവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഡൽഹിയിലെത്തി പ്രതിഷേധിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഈ ലഡാക്ക് ഭവനിൽ നിന്ന് പുറത്തു കിടക്കാൻ പോലും ഇവിടുത്തെ ഡൽഹി ഭരണകൂടം അനുവദിക്കുന്നില്ല. ഇത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ്. സോനം വാങ്ചുക്ക് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് സിപിഎം നേതാക്കൾ ആവശ്യപ്പെട്ടു. മീഡിയ 1 ഡൽഹി.